നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ എന്നോട് ചോദിച്ചത് ഒരു സാരി മാത്രമാണ്. അത് കൊടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അവളെ കൊണ്ടുപോകുന്നത് എന്റെ നെടുമാങ്കല്യത്തിന്റെ ചേലയാണ്. അവൾ തട്ടിക്കൊണ്ടു പോകുന്നത് എന്റെ ജീവിതവും. അവൾ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എടുത്തോ മാധുരി, ഇഷ്ടമുള്ളത് എടുത്തോ. ഈ സാരികളൊന്നും ഞാൻ ഉടുത്തിട്ടുള്ളതല്ല, എല്ലാം പുതിയതാ. ഈ സാരി എന്താ മാറ്റി വെച്ചിരിക്കുന്ന? ആ, അത് ജേട്ടൻ ഇന്നലെ വാങ്ങി തന്നതാ. അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ, അന്ന് ഉടുക്കാനുള്ളതാ. അയ്യോ, ഇതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തോട്ടെ? അയ്യടാ, അത് കൊള്ളാലോ. അതെ, ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ ഭർത്താവ് പിറന്നാളിന് ഉടുക്കാൻ വാങ്ങിച്ചു കൊടുത്തതാ. അതുമേ ചെന്ന് തന്നെ കണ്ണുപെട്ടു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നനഞ്ഞിടം കുഴിക്കരുത്. ഒരു സാരി നന്ദിനി എടുത്ത് തരാന്ന് വെച്ചത് അവരുടെ സന്മനസ്. അപ്പോ അവർക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള സാരി തന്നെ വേണം. ഇങ്ങോട്ട് കൊണ്ടുവാ. ദേ, നാത്തൂനും ഒക്കെ വേറെ. മനുഷ്യർക്ക് മര്യാദ വേണം. എനിക്ക് ആ സാരി മനസ്സിൽ അത്രയ്ക്കങ്ങ് പിടിച്ചുപോയി. പിടിച്ചുപോയെങ്കിലേ നിന്റെ ഏട്ടൻ ഇവിടെ ഉണ്ട്, എന്റെ രാമഭദ്രൻ ഭർത്താവ്. മൂപ്പരോട് പറ അതുപോലെ ഒരെണ്ണം വാങ്ങിത്തരാ. നന്ദിനി, പ്ലീസ് എനിക്കത് താ നന്ദിനി. പ്ലീസ് പ്ലീസ് നന്ദിനി, പ്ലീസ്. ആ ശരി, എടുത്തോ. താങ്ക് യു നന്ദിനി. ഞാനേ വേഗം ഇത് എടുത്തിട്ട് വരാം. ഇതൊട്ട് ശരിയായില്ല. ഏട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങി തന്ന സാരി അവക്ക് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇങ്ങനെയൊക്കെ ചോദിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും സാവിത്രി? ദേ, ഇത് കൈവിട്ട കളിയാട്ടോ. നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അല്ലെങ്കിലേ അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് വല്ല പട്ടികളും കേറിയിരിക്കും. ദേ, അവൾ എന്റെ രാമേട്ടന്റെ പെങ്ങളൊക്കെയാ, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അവൾ ഒട്ട് ശരിയല്ല. സൂക്ഷിച്ചാ കൊള്ളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.